പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണിന്ന് പേരൻറ്റിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പേരൻറ്റിങ്ങിനെ കുറിച്ച് അല്പം ഒന്ന് പറയാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ നഴ്സറി തലം മുതൽ ചിന്തിക്കുമ്പോൾ തന്നെ പേരൻറ്റിങ് രക്ഷകർത്താക്കളുടെയും ഈ ഉത്തരവാദിത്തമുള്ള നല്ലൊരു സമൂഹത്തിൻ്റെയും വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ നഴ്സറി തലം മുതൽ തന്നെയുള്ള ആ ഒരു കാലഘട്ടം. നമ്മളൊരു ചെടി നട്ടു വളർത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ കൊടുക്കുന്ന അത്ര ശ്രദ്ധ, അത് നന്നായിട്ടില്ലെങ്കിൽ നമുക്കറിയാം അത് വാടിപ്പോകുമെന്ന്. വളരെ അത്രമാത്രം കരുതലോടെ നമ്മൾ ശ്രദ്ധയോടെ വളർത്തി അതിനെ നട്ടു വളർത്തി ആഴത്തിൽ ആ ഒരു കരുതലോടെ അതിന് വേണ്ടുന്ന വളവും വെള്ളവും അത് വളരാനുള്ള ചുറ്റുപാടും ഒക്കെ ശരിയല്ലെങ്കിൽ അത് വാടിപ്പോവും, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. ആദ്യഘട്ടത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വളർന്നോട്ടെ, എന്നിട്ട് കൗമാരകാലമാവുമ്പോഴേക്കും ഒരു 10 വയസ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും 10 അല്ലെങ്കിൽ 14, 10, 13 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഇനി നീ പോകരുത്, നീ വളർന്ന കുട്ടിയാണ്, കളിക്കാൻ പോകരുത്, മൊബൈൽ കാണരുത്, സിനിമ കാണരുത് എന്നൊക്കെ പറയുമ്പോൾ അവർ അത് വളർന്ന് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവരുടെ ആ രൂപം മാറിക്കഴിഞ്ഞു. അതുപോലെ ആ വളരാൻ അനുവദിക്കേണ്ടുന്ന ഒരു ജീവരൂപമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന നമ്മളൊരു വിത്ത് ഇടുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് അതിനെ പരിപോഷിപ്പിച്ചെടുക്കുന്നത്. സ്വയം വളരാൻ തലത്തിലുള്ള ഒരു അന്തരീക്ഷം നമുക്കതിന് ഒരുക്കി കൃത്യമായി നമ്മൾ കൊടുക്കുന്നുണ്ടോ? വളരെ വേദനയോടെ ഓർക്കേണ്ടതാണ് അവരുടെ ആ വ്യക്തിത്വം. കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇന്ന് കുട്ടികൾ എന്നല്ല പറയേണ്ടുന്നത്. ഒരു കുട്ടി 2 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും അവർ പഴയ കുട്ടികളല്ല, അവരൊരു വ്യക്തികളായിട്ട് മാറിക്കഴിഞ്ഞു. അവരൊരു ഇൻ്റലിജൻസാണ്. അവിടം തൊട്ടാണ് അവരുടെ ആ ഒരു തലം, ചിന്തിക്കാനുള്ള ആ ഒരു തലം, കാണുന്നതും കേൾക്കുന്നതും. അവർ എന്തൊക്കെ കാണുന്നു കേൾക്കുന്നു, അവർ എങ്ങനെയൊക്കെയാണ്, അത് അവരുടെ അവിടം തൊട്ട് അവർ വളരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ആണ്. അത് 10 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കും അവർ തനിയെ ആ അവരുടെ വ്യക്തിത്വം രൂപപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ വ്യക്തിത്വത്തിന് അതുവരെയുള്ള ആ വ്യക്തിത്വത്തിന് ഒരു പോറലേൽക്കാതെ കൂടുതൽ തെളിച്ചമുള്ള ഒരു ലോകത്തേക്ക്, കൂടുതൽ തെളിച്ചമുള്ള ഒരു ലോകത്തേക്ക് വളരാൻ ഒരുക്കി കൊടുക്കേണ്ടുന്ന ചുമതല നമ്മൾക്ക് രക്ഷകർത്താക്കൾക്ക് ആദ്യഘട്ടങ്ങളിൽ തന്നെ കൊടുക്കേണ്ടതാണ്. ആദ്യഘട്ടങ്ങളിൽ ശ്രദ്ധയില്ലാതിരിക്കുകയും വളർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് ആകുമ്പോഴേക്കും വളരെ ഗൗരവപൂർവം കാണുകയും ഇനി നീ നന്നായി ശ്രദ്ധിക്കണം, പഠിച്ചോണം എന്നൊക്കെ പറയുന്ന ആ ഒരു വിരോധാഭാസം നമുക്കിടയിലുണ്ട്. ആ ഒരു ചെടിയുടെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ വളർന്ന് പന്തലിച്ച്
ശാഖയും ഒക്കെയായിട്ട് ആ വിരിച്ച് നിൽക്കുന്നത് നമ്മൾ വേദനയോടെ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് കൗമാരം യൗവനത്തിലെത്തുമ്പോൾ ആ കുട്ടി എന്തും ചെയ്യാം, എന്തും ആകാം എന്നുള്ള ഒരു റിബൽസ് അപ്രോച്ച് മെത്തേഡ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ മോഡേൺ പേരൻറ്റിങ് സിസ്റ്റം ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ആവശ്യമുള്ളത് അധ്യാപകർക്ക് വേണ്ടുന്നത്, അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടുന്നത് കുട്ടികളുടെ ആ നഴ്സറി പ്രൈമറി തലങ്ങളിലാണ്. രക്ഷകർത്താക്കളെ പോലെ ഉത്തരവാദിത്തം 10 വയസ്സ് കഴിഞ്ഞാൽ അധ്യാപകർ അധികം പണിയെടുക്കേണ്ടതില്ല. അപ്പോൾ കൊടുക്കേണ്ടുന്ന സമയം 8 വയസ്സ് വരെ ഉള്ള സമയമാണ്. 10 വയസ്സാവുമ്പോഴത്തേനും അവരുടെ ആ വ്യക്തിത്വം രൂപപ്പെട്ട് കഴിഞ്ഞു, അവർ തനിയെ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സ് വരെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എക്സ്പീരിയൻസിലൂടെ ആ കുട്ടിയെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ കുട്ടി എന്നതിനപ്പുറം ആ ഓരോ വ്യക്തികളെ ഈ പുതിയ കാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ആ സമയം കൊണ്ട് ഈ മാറുന്ന ലോകത്തെക്കുറിച്ച് അവർ പഠിച്ചു കഴിയും. ഇന്നത്തെ ആ റിബൽസ് മെത്തേഡ് പേരൻറ്റിങ് സിസ്റ്റം കൗമാരം യൗവനം യുക്തരായ പേരൻസിന് പോലും എന്തും ആകാം, ഞങ്ങളുടെ പൈസ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്രസ് കോഡ് എല്ലാം അത് തന്നെ, എല്ലാം മാറി. അതെന്തോ ആധുനികതയുടെ ആ ഒരു മാറ്റം നിയമത്തിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ എന്തുവാണെന്നറിയില്ല, വളരെ ദയനീയമായിട്ടും ഗൗരവപൂർവവും അപകടകരത്തിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. പഴയ കാലങ്ങളിൽ നിന്ന് ആ ഒരു വ്യത്യസ്തമായിട്ടൊരു ഫ്ലാറ്റ് സംസ്കാരവും നാഗരികതയും കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞു അണുകുടുംബങ്ങളിലേക്ക് അങ്ങനെയുള്ള ഒരു തുരുത്തിലേക്ക് മാറാൻ തുടങ്ങി. ഓരോ കുട്ടിയും ആ കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന ഒരു വ്യക്തിത്വം, ആ പ്രാധാന്യം കൊടുക്കുന്ന രീതി ആ സെപ്പറേറ്റ് തലത്തിലേക്ക് മാറി വന്നു. പക്ഷേ മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ സ്വയം ചിന്തിക്കാൻ അവരെ അനുവദിക്കാതെ ഈ മോഡേൺ പേരൻറ്റിങ്ങിൽ വരുന്ന ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ചിന്താഗതി ഈ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നത് ഒരു അപകടകരമായ ഒരു വസ്തുതയാണ്. സ്വതന്ത്രമായിട്ട് അവർക്ക് ചിന്തിക്കാൻ, അവർ കുട്ടിയാണ് എന്നുള്ള ഒരു തരത്തിൽ അവരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ കുട്ടികളുടെ ആ പേരൻറ്റിങ് സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ട്, ആ മൂല്യബോധത്തിൽ നിന്ന് വ്യക്തിത്വമുള്ളവരായി ആ മാറുന്ന ഒരന്തരീക്ഷം, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ എപ്പോഴും ട്യൂഷൻ, പഠിത്തം, നീ അങ്ങനെ ആകരുത് ഇങ്ങനെ ആകരുത് എന്ന് പറയുന്ന അവരുടെ സ്വന്തം വ്യക്തിത്വവും സ്വാതന്ത്ര്യവും അവർക്കുള്ള അവകാശവും ഉൾപ്പെടുന്ന ഒരു ലോകത്തേക്കാണ് അവർ പറന്നു വീഴുന്നത്. അത് നമ്മുടെ പക്ഷത്ത് നിന്ന് പേരൻസായാലും നമ്മുടെ ചുറ്റുപാടായാലും അധ്യാപകരായാലും ഒത്തൊരുമയോടെ നിന്ന് ഇതൊരു വളരെ ഗൗരവമായി കണ്ട് ഇതിനൊരു മാറ്റമുണ്ടാകാൻ എല്ലാവർക്കും ശ്രമിക്കുക, അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.